ശബരിമലയിൽ പുതിയ കുളം നിർമ്മിക്കുന്നതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ദേവസ്വം ബോർഡ്, എമിക്കസ് ക്യൂറി എന്നിവരോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിഷയത്തിൽ ദേവസ്വം ബെഞ്ചിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. രേഷ്മ ബാബുവും സിജി ഉമേഷും വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആദ്യം രേഷ്മയിലേക്ക് എത്താം. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പുതിയ കുളം നിർണയിച്ച് അവിടെ തറക്കല്ലിട്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആയിരുന്നു തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. രേഷ്മ, വിശദാംശങ്ങൾ ആദ്യം. പുതിയ കുളത്തിന്റെ ശബരിമലയിലെ പുതിയ കുളത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ വിഷയത്തിൽ നിലവിൽ ദേവസ്വം ബോർഡിനോടും അമിക്കസ് ക്യൂറിയോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബെഞ്ചിന് ചില പരാതികൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വമേധയാ കേസെടുത്തുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഭസ്മക്കുളത്തിന്റെ സ്ഥാനം മാറ്റിക്കൊണ്ട്, അതായത് പുതിയൊരു കുളം നിർമ്മിക്കുവാനായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ തറക്കല്ലിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതായത് നേരത്തെയുള്ള ഭസ്മക്കുളം അശുദ്ധമായ ഒരു സാഹചര്യത്തിലായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഒരു നീക്കം. പക്ഷേ നിലവിൽ ഈ പരാതികൾ ഉയർന്നിരിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഏകദേശം 1980 കാലഘട്ടത്തിന് മുന്നേ തന്നെ ഐതിഹ്യപരമായിട്ട് നിലനിന്നിരുന്ന ഭസ്മക്കുളമുണ്ട്. ആ സ്ഥാനത്ത് അത് മൂടപ്പെട്ടതിന് ശേഷമാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പുതിയ മറ്റൊരു സ്ഥലത്ത് ഈ കുളം നിർമ്മിക്കപ്പെട്ടത്, നിലവില് ഭസ്മക്കുളം നിർമ്മിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിലവിൽ നിർമ്മിക്കുന്ന പുതിയ കുളത്തിന് ഭസ്മക്കുളം എന്നുള്ള പേര് നൽകാൻ പാടില്ല. ഒപ്പം തന്നെ ഐതിഹ്യപരമായിട്ട് പറയപ്പെടുന്ന സ്ഥലത്ത് തന്നെ ഒരു ചെറിയ കുളമെങ്കിലും നിർമ്മിക്കണമെന്നുള്ള ഒരു ദേവഹിതം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതും യാഥാർത്ഥ്യമാകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടണം എന്നുള്ളതായിരുന്നു പരാതികൾ ലഭിച്ചപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും ദേവസ്വം ബോർഡിനോടും അമിക്കസ് ക്യൂറിയോടും ആദ്യഘട്ട നടപടി എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ സന്നിധാനവുമായി ബന്ധപ്പെട്ടുള്ള, ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഹൈക്കോടതി തേടും. അമിക്കസ് ക്യൂറി ഈ പരിശോധന നടത്തി ആ ഒരു നിലപാട് കോടതിയെ അറിയിക്കും. അതിനെ തുടർന്നാണ് കൂടുതൽ ഈ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് കടക്കുക. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ വിശദീകരണവും ഏറെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ആചാരപരമായിട്ട് നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആചാരപരമായിട്ട് തന്നെയാണോ, ദേവഹിതം അറിഞ്ഞിട്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള നടപടി തുടങ്ങിയ കാര്യങ്ങളിലും ദേവസ്വം ബോർഡിനും വിശദീകരണം നൽകേണ്ടി വരും. ഒപ്പം തന്നെ തൽസ്ഥിതി എന്താണ്, നിലവിലെ സാഹചര്യം എന്താണ്, ഏത് സാഹചര്യത്തിലാണ് പുതിയ കുളം നിർമ്മിക്കുവാനായിട്ട് തീരുമാനിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ അമിക്കസ് ക്യൂറിയും റിപ്പോർട്ട് നൽകും. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് ഈ വിഷയത്തിൽ ദേവസ്വം ബെഞ്ച് സ്വമേധയാ കേസെടുത്തുകൊണ്ട് ഇരു വിഭാഗങ്ങളോട്, അതായത് ദേവസ്വം ബോർഡിനോടും അമിക്കസ് ക്യൂറിയോടും വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഈ വിശദീകരണം കിട്ടിയ ശേഷം ഹൈക്കോടതി തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഏകദേശം പുതിയ കുളത്തിന്റെ നിർമ്മാണ ചെലവായിട്ട് വിചാരിക്കുന്നത് ഏകദേശം 60 ലക്ഷം രൂപയാണ്. ഒപ്പം തന്നെ ഈ ശബരി ഗസ്റ്റ് ഹൗസിനും മകരജ്യോതി ഗസ്റ്റ് ഹൗസിനും ഭാഗത്താണ്, അതിന് സമീപമാണ് പുതിയ കുളം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഐതിഹ്യപരമായിട്ട് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു ചെറിയ കുളമെങ്കിലും വേണമെന്നുള്ളത് നേരത്തെയുള്ള ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാണ്. അതടക്കമുള്ള വിഷയങ്ങൾ ഈ പരാതികളിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ദേവസ്വം ബോർഡും അമിക്കസ് ക്യൂറിയും നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് ദേവസ്വം ബെഞ്ച് കടക്കുകയും ചെയ്യും. ശരി, കഴിഞ്ഞ ദിവസമാണ് സന്നിധാനത്ത് പുതിയ കുളത്തിന് സ്ഥാനം കണ്ട തറക്കല്ലിട്ടത്. രേഷ്മ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇതിന് പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് സിജി ഉമേഷ് കൂടി ചേരുകയാണ്. ഉമേഷ്, ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. ഇനി ഈ പുതിയ കുളത്തിന്റെ ആവശ്യകത, പശ്ചാത്തലം കൂടി. നിലവിൽ സന്നിധാനത്തിന് താഴ്ഭാഗത്തായുള്ള കുളം അത് വർഷങ്ങളായി മലിനപ്പെട്ട് കിടക്കുകയാണ്. ഭക്തർ ഭസ്മക്കുളം എന്ന് പേരിട്ട് വിളിക്കുമ്പോഴും സന്നിധാനത്ത് യഥാർത്ഥ ഭസ്മക്കുളം പുനഃസ്ഥാപിക്കണമെന്ന് ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരുന്നു. ഒപ്പം നിലവിൽ മലിനമായി തുടരുന്ന കുളം മൂടിയ ശേഷം പുതിയൊരു കുളം നിർമ്മിക്കാം, അതിനെ ഭസ്മക്കുളം എന്ന് വിളിക്കാൻ പാടില്ല എന്നുമൊക്കെ ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ദേവപ്രശ്നത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. മാത്രമല്ല അന്നാണ് ശബരിമലയിൽ പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വന്നത്. അതിൽ കൊടിമര പ്രതിഷ്ഠ നടന്നിരുന്നു. ഒപ്പം പുതിയ കുളത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ്
ആണ് കഴിഞ്ഞ ദിവസം സ്ഥാനം കണ്ടത്. അപ്പോഴും ദേവപ്രശ്നത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിരുന്നത് യഥാർത്ഥ ഭസ്മക്കുളം പുനഃസ്ഥാപിക്കണം എന്ന നിർദ്ദേശമായിരുന്നു. അത് നിലവിൽ മാളികപ്പുറം ഫ്ലൈ ഓവറിന് താഴ്ഭാഗത്തായാണ് അത് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 70-കൾക്ക് മുൻപ് വരെ അത് മൂടപ്പെട്ട് പിന്നീട് അതിന്റെ മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോഴും ഒരു ചെറിയ ചാലായി പലപ്പോഴും അത് പുറത്തേക്ക് ഒഴുകി വരാറുണ്ട്. അവിടെ ഒരു പേരിനെങ്കിലും ഒരു ജലസ്രോതസ് നിർമ്മിക്കണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഇത് പാലിക്കപ്പെടാതെയാണ് പുതിയ കുളം നിർമ്മിച്ച് അതിന്റെ ഭസ്മക്കുളം എന്ന പേരിടാൻ ദേവസ്വം ബോർഡ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ വലിയ പരാതികളൊക്കെ ഉയർന്നത്. എന്തായാലും ഇനിയിപ്പോൾ കോടതിയിൽ വിഷയം എത്തിയതുകൊണ്ട് തന്നെ കോടതി സ്വീകരിക്കുന്ന നിലപാടൊപ്പം ദേവസ്വം ബോർഡും അതുമായി ബന്ധപ്പെട്ട ആളുകളും എന്താണ് കോടതിയിൽ നൽകാൻ പോകുന്നതോ ഹൈന്ദവ സംഘടനകളും ചില നടപടികളുമായി ചില പ്രതിഷേധവുമായൊക്കെ മുന്നോട്ട് വരുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്കും നടപടിയിലേക്കും പോകും. എന്തായാലും കോടതിയിൽ നിന്ന് എന്താണ് ദേവസ്വം ബോർഡ് പറയുക, കോടതിയിൽ എന്താണ് നടപടി സ്വീകരിക്കുന്നതൊക്കെയാണ് ഇക്കാര്യത്തിലേറെ നിർണായകമാകുക. ശരി, സി ജി ഉമേഷും ഒപ്പം രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.